ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉപയോഗിച്ച് അടിപൊളിയായിട്ടുള്ള ഡെക്കോർ ആയിട്ട് ഉണ്ടാക്കിയാലോ. ഇതേപോലത്തെ ഒരു പീസ് ഓഫ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക, ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക, പിന്നെ ഒരു തെർമോകോളിൻ്റെ പീസ് എടുത്ത് കൊടുക്കുക. ഈ കാണുന്ന രീതിയിൽ കുറച്ച് ഹോൾസ് ഇട്ടു. പറഞ്ഞപ്പോൾ എത്ര സിമ്പിൾ അല്ലേ, പക്ഷേ ഹോൾസ് ഇടുന്ന പരിപാടി അത്ര സിമ്പിൾ അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല കട്ടിയിട്ടായിരുന്നു ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിന്. എന്നിട്ട് ഞാൻ രണ്ടെണ്ണം മാറ്റിയിട്ട് ഓരോ സൈഡിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ രണ്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലും ഈ കാണുന്ന രീതിയിൽ 3 സൈഡ്സിലും ഹോൾ ഇട്ട് കൊടുക്കുക. സൂചി എടുക്കുന്നു, നൂലെടുക്കുന്നു, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഹോളിൽ കൂടെ അങ്ങോട്ട് കയറ്റുന്നു, ഇങ്ങോട്ടേക്ക് ഇറക്കുന്നു. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പോർഷൻ നമ്മൾ ഓപ്പൺ ആയിട്ട് വിടുന്നുണ്ട്, ബാക്കി 3 സൈഡ്സ് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ടോപ്പ് പോർഷനിലെത്തിയാൽ ഇങ്ങനെ ഹാങ് ചെയ്യാനായിട്ട് ഒരു ഭാഗം വിട്ടിട്ട് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് എത്തുമ്പോൾ ഇങ്ങനെ ഒരു നോട്ട് ഇട്ടിട്ട് ഈ പരിപാടിയൊക്കെ ഒഴിവാക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും മതി. അപ്പോൾ നമ്മുടെ പൗച്ച് ആയിട്ടുണ്ട്. ഇനി ഇതെന്താണെന്നല്ലേ, ഇത് നമുക്കിങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ ഹാങ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്യൂട്ട് ആൻഡ് ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഡെക്കോർ ഐറ്റം ആണ്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.